പ്രേതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗൈസ് എനിക്ക് 93 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ 93 സബ്സ്ക്രൈബേഴ്സ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. ഇതിലൊരു കള്ളത്തരം കാണൂല. ഹായ് ഗൈസ്, മൂമെന്റ്സ് ഓഫ് ജോലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ഞങ്ങൾ ബോണക്കാട് വരെയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാനാണ്. അവിടെ പോയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെയാണ് പ്ലാൻ. അവിടെ ഞങ്ങൾക്കൊരു അങ്കിളുണ്ട്. ആ അങ്കിൾ വഴി നമുക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ. അവിടെ പെർമിഷൻ വേണം കയറാനായിട്ട്. അപ്പോൾ നോർമലി നമ്മുടെ വണ്ടിയൊന്നും അവിടെ കടത്തി വിടില്ല. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ട്രിവാൻഡ്രത്ത് ബോണക്കാട്. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാനും ദീപചേട്ടനും മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുക്കൊക്കെ ചെയ്ത് അടിച്ച് പൊളിക്കാനാണ് പ്ലാൻ. നല്ല മഴയുണ്ട്, അടിപൊളിയാണ് കേട്ടോ. മഴയില്ലാത്തപ്പോൾ കുറച്ചും കൂടെ ഫോഗ് വരും കേട്ടോ. ഇപ്പം ഫോഗ് ഉണ്ട് എന്നെങ്കിലും അത്രയ്ക്കുള്ളതൊന്നുമില്ല. നമ്മൾ ബോണക്കാട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. നല്ല രസമാണ് ഈ ഒരു കാഴ്ച. കുറേ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ട് ഒരു കാവ് പോലെ ഒരു ദൈവത്തിൻ്റെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഇത് കേട്ടോ. ഇതാണ് നമ്മുടെ ബോണക്കാടിലോട്ട് കൊണ്ടുവരുന്ന മാമൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ എപ്പോൾ വന്നാലും ഈ കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കാവിൻ്റെ അവിടെ ഒന്ന് തൊഴുതിട്ടേ പോകുള്ളൂ കേട്ടോ. അതിനാണ് വീണ്ടും വണ്ടി കയറി പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ട്. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം. അത് മാത്രമല്ല പോകുന്ന വഴിക്ക് എല്ലാം നല്ല രീതിയിൽ ആനപ്പിണ്ടങ്ങളുണ്ട്. ഇപ്പോൾ ആന ഒരുപാട് ഇറങ്ങുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അണ്ട് ഇത് വേറൊരു വെള്ളച്ചാട്ടമാണ്. ഇതൊന്നും അല്ല, ഇനിയും ഉണ്ട് ഒത്തിരി. നമ്മൾ വെള്ളച്ചാട്ടം കണ്ടെങ്കിൽ മടുക്കും, അത്രയ്ക്കുണ്ട്. ഫൈനലി നമ്മൾ ബോണക്കാട് എത്തി ഗൈസ്. ഇതാണ് ബോണക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. വന്നപ്പോൾ തന്നെ ഒരു അടിപൊളി കാഴ്ച കണ്ട്. ആ കുരിശിന്റെ പുറത്ത് 3 മയിൽ ഒരുമിച്ചിരിക്കുന്ന നടുക്ക് ഒരു ആൺമയിലും അപ്പുറത്ത് പെൺമയിലുകൾ കാട്ടാൻ അടിപൊളി കാഴ്ചയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ എല്ലാം കൂടെ ചാടി ഇറങ്ങി. ഇതാണ് ഗൈസ് ബോണക്കാട്. നല്ല അടിപൊളി ഒരു ഗ്രാമമാണ്. ഒരു ചെറിയ ചായക്കടയും ഒരു ബസ് സ്റ്റാൻഡ് പിന്നെ ഒരു കുരിശടി മാത്രമേ ഉള്ളൂ ഈ ജംഗ്ഷനിൽ. കുറച്ച് അങ്ങോട്ടൊക്കെ പള്ളി അമ്പലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഫാക്ടറി കേട്ടോ, തേയില ഫാക്ടറി. ഇപ്പം വർഷങ്ങളായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഞങ്ങൾ അകത്തോട്ടൊന്നും കയറില്ല. ഞാൻ ഒരേ പ്രാവശ്യം വന്നതുകൊണ്ട് പിന്നെ അകത്തോട്ടൊന്നും കയറിയില്ല. ഇത് ഞങ്ങൾ പ്രേത ബംഗ്ലാവ്, നമ്മുടെ കേരളത്തിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന 25 GB ബംഗ്ലാവിലോട്ട് പോകണം കേട്ടോ. അവിടെ പോയിട്ട് മുകളിലോട്ട് കയറിയിട്ട് കുക്കൊക്കെ ചെയ്യാനൊക്കെയാണ് പ്ലാൻ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ ഒരിക്കലും ഇല്ലാത്ത മഴയെന്ന് പറയാം. നമ്മളിവിടെ വരുന്ന സമയത്ത് മഴ പെയ്യണമെന്ന് പ്രാർത്ഥിച്ചു, കാരണം ഫോഗൊക്കെ വരാം. പക്ഷേ ഇത് അതൊന്നുമല്ല, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾക്ക് അഗസ്ത്യാർകൂടം ഇവിടെ നിന്ന് 22 കിലോമീറ്റർ എങ്ങോട്ടേ ഉള്ളൂ. ഈ ക്ഷേത്രം അഗസ്ത്യ മുനിയുടെ ഒരു പ്രതിഷ്ഠയാണ്. ഇവിടെ തമിഴ്നാട്ടിലെ ആൾക്കാരാണ് ഇത് നിർമ്മിച്ചത്. പിന്നെ അവർ അഗസ്ത്യാർകൂടത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒന്ന് തൊഴുതിട്ടൊക്കെ പോകും എന്നൊക്കെയാണ് മാമൻ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. മുകളിലോട്ട് കയറാൻ വണ്ടിയും കൊണ്ട് ബംഗ്ലാവിൽ കയറാൻ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് റോഡ് കിടക്കുന്നു. നമ്മൾ ഓഫ് റോഡ് വണ്ടിയൊന്നും അല്ലല്ലോ 4x4. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ, മഴ കണ്ട എന്തോ ഒരു മഴയെന്നറിയാവോ. അപ്പോൾ മഴയത്ത് നേരെ തിരിച്ച് മാമൻ്റെ വീട്ടിൽ തന്നെ വന്ന് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് നടന്ന് ബംഗ്ലാവിലോട്ട് കയറാനുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ ഞങ്ങൾ കപ്പയും ചിക്കനും പിന്നെ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് ഒരു വാഴയിലയിൽ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വായിന്ന് കപ്പലോടുന്ന രീതിയിൽ കൊതി വരുന്നത്. അത്രയ്ക്ക് കിട്ടിലുമായിരുന്നു. ഞങ്ങളങ്ങനെ എല്ലാം കഴിച്ചു. സത്യം വയറ് നിറച്ച് കഴിച്ചു. ഭയങ്കര രസമായിരുന്നു. അതുമാത്രമല്ല എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര രസമല്ലേ. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് 25 GB പ്രേത ബംഗ്ലാവിലോട്ടാണ്. അതുമാത്രമല്ല ഞങ്ങൾ കാട്ടിക്കൂടെയാണ് നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ് ഇത്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു പൊളിച്ചടിക്കൊരു ദിവസമാണ്. ഇതാണ് നമ്മുടെ പേപ്പാറ ഡാം. അതായത് നമ്മൾ ബോണക്കാടിന്ന് നമ്മൾ ഈ ഒരു ഇട റൂട്ട് വഴിയാണ് നമ്മൾ എവിടെ പോണത്, പ്രേത ബംഗ്ലാവിലോട്ട് പോകുന്നത്. അപ്പം അവിടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ പേപ്പാറ ഡാം നമ്മളെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആയിട്ട് കിട്ടിലാണേ. ഇത്രയും നേരം ഭയങ്കര അറ്റ മഴയായിരുന്നു. ഇപ്പം മഴ ഇത്തിരി കുറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രേത ബംഗ്ലാവിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ കുറുക്ക് വഴി കൂടെയാണ് പോണത്. കുറുക്ക് വഴി കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ഇതൊരു കാടാണ്. കാടിൻ്റെ ഇടയിൽ കൂടെ പോവാണ്. എന്ത് സംഭവിക്കുന്ന പറഞ്ഞൂടാ. അല്ലെങ്കിൽ നേരായിട്ടുള്ള വഴി കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 കിലോമീറ്റർ നടക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ പകുതി നടന്നാൽ മതി. ഗൈസ്, ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിലാണ് പലരും പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ്.